പാലക്കാട് ജില്ലയിലെ കോഴി മാഫിയ പ്രവർത്തനത്തിന്റെ തീവ്രത ഇളക്കുകയാണ് മാതൃഭൂമി ന്യൂസ്. വാണിജ്യ നികുതി ഇന്റലിജൻസ് സംഘത്തിനൊപ്പം ഞങ്ങളും ഒരു അന്വേഷണ യാത്ര തുടങ്ങുകയാണ്. ഫെബ്രുവരി 13, സമയം പുലർച്ചെ 3 മണി, സ്ഥലം നല്ലേപ്പിള്ളിക്ക് സമീപം ഇരട്ടക്കുളം. തൊട്ടുമുന്നിൽ പോയ വാണിജ്യ നികുതി ഇന്റലിജൻസ് വാഹനം എതിരെ വന്ന മിനി ലോറിയുടെ യാത്ര തടഞ്ഞുകൊണ്ട് പൊടുന്നനെ റോഡിൽ നിന്നു. മിനി ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനുമുണ്ട്. ഇരുവണ്ടികളിലും നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന കോഴിക്കുഞ്ഞുങ്ങൾ. പിടിവീഴാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി പിക്കപ്പ് വാൻ പെട്ടെന്ന് പിന്നോട്ടെടുത്ത് തിരിച്ചു പോകുന്നു. ഈ സമയം മിനി ലോറിക്ക് പിന്നിലേക്ക് ഒരു പൈലറ്റ് കാർ വന്നു നിന്നു. പിടികൊടുക്കാതിരിക്കാൻ വേഗത്തിൽ പിന്നോട്ടെടുത്ത മിനി ലോറി കാറിലിടിച്ചു. ഇത് കാര്യമാക്കാതെ മിനി ലോറിക്ക് തിരികെ പോകാൻ കാറിലുള്ളവർ വഴിയൊരുക്കി. മിനി ലോറി നമ്പർ KL 50 5791. വാഹന ഉടമ മണ്ണാർക്കാട് നാട്ടുകൽ തൊട്ടിപ്പറമ്പിൽ TP ഉമ്മർ. യാത്ര തടയാനുള്ള പൈലറ്റ് വാഹനത്തിന്റെ നീക്കത്തെ മറികടന്ന് വാണിജ്യ നികുതി വകുപ്പ് വാഹനം മിനി ലോറിക്ക് പിന്നാലെ പാഞ്ഞു. ഞങ്ങൾ പിന്നാലെ. പ്രധാന റോഡിൽ എത്തും മുമ്പ് പൈലറ്റ് കാർ ഞങ്ങളുടെ കാറിനെ മറികടന്നു. കാറിന് പിന്നിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. പാറ കൊഴിഞ്ഞാമ്പാറ റോഡിലേക്ക് മിനി ലോറി കയറിയതോടെ പൈലറ്റ് കാറുകളുടെ എണ്ണം 2ആയി. രണ്ടാമതെത്തിയ കാറിന്റെ നമ്പർ KL 9AA 3835. ഉടമ കിണാശ്ശേരി ഉപ്പമ്പാടം ഷിഹാബ് മൻസിലിൽ അബ്ദുൾ ജബ്ബാറിന്റെ മകൻ AJ ബാബു. ഇടത് വലത് വശങ്ങളിലൂടെ കാറുകൾ വാണിജ്യ നികുതി വാഹനത്തെ പെട്ടെന്ന് മറികടന്നു. ഒപ്പം റോഡിൽ സമാന്തരമായി ഓടിച്ച കാറുകൾ വേഗം കുറച്ചു. ഇതോടെ ഇന്റലിജൻസ് വാഹനത്തിന്റെ മുന്നേറ്റം പൂർണ്ണമായി തടസ്സപ്പെട്ടു. കള്ളക്കടത്ത് വാഹനങ്ങൾ സുരക്ഷിത ദൂരം കടന്നെന്ന് ഉറപ്പാക്കിയ ശേഷം കാറുകൾ അമിത വേഗതയിൽ ചെറു റോഡുകളിലേക്ക് കടന്നുപോയി. സ്ഥിരമായി ഒരു വഴിയോ സമയമോ ഇല്ലാതെയാണ് മാഫിയ സംഘങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നത്. മാഫിയ പ്രവർത്തനം വാണിജ്യ നികുതി ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ ജീവന് തന്നെ ഭീഷണിയായി കഴിഞ്ഞു. സർക്കാർ സംവിധാനത്തിന്റെ പ്രവർത്തനം തടയാൻ ഇവർക്ക് ആരാണ് ധൈര്യം പകരുന്നത്? പോലീസ് മറുപടി പറയേണ്ടി വരും. ക്യാമറമാൻ മനോജ് പുതുപ്പാടിക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.